ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഇന്നും ഒരു ട്രാവൽ വ്ളോഗാണ്. ട്രാവൽ വ്ളോഗ് എന്ന് പറയുമ്പം അതിഭീകരമായ സ്ഥലമൊന്നുമല്ല, ഒരു കുഞ്ഞു സ്ഥലം. പക്ഷേ ഇത് ഇക്കോ ടൂറിസം വകുപ്പിൻ്റെ അണ്ടറിൽ വരുന്ന സ്ഥലമാണെങ്കിൽ പോലും ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ബാക്കിയുള്ള ഇക്കോ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥലം പോലെയല്ല. ഈ സ്ഥലത്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണ്ട, ഫ്രീ ആയിട്ട് എത്ര സമയം വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് ആ സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അതും ഒരു കാടിൻ്റെ നടുക്ക് ഒരു പാറയുടെ പുറത്ത് ഇരിക്കുന്ന ഫീൽ കിട്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. അന്നേരം നമുക്ക് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ആ സ്ഥലത്തോട്ട് പോയിട്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരേണ്ട. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകും. നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ടുള്ള സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ്, അധികം ആളൊന്നും വരാത്ത ഒരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എക്സ്പ്ലോറേഷനും അധികമായിരിക്കും, ഇവിടുത്തെ സമാധാനം അതിലധികമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ലൊക്കേഷൻ്റെ അടുത്തൊക്കെ എത്താറായി കേട്ടോ. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ടൂർ പ്ലാനേഴ്സിനെ പരിചയപ്പെടുത്തി തരാം. അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് കേരളത്തിലായാലും കേരളത്തിന് പുറത്ത് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റുന്ന ഒരു കിടിലൻ ട്രാവൽ പാക്കേജാണ് ഈ ക്യാമിനോ ടൂർ പാക്കേജ് എന്നാണ് കേട്ടോ ഇവരുടെ പേര്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസും ഇവരുടെ റേറ്റിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവർക്ക് ഇവൻറ്റ്സ് മാനേജ്മെൻറ്റിൻ്റെ പരിപാടിയായാലും ലക്ഷറി കാർസ് ആയാലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർക്ക് കേരളത്തിൽ തന്നെ ഏകദേശം 5 ജില്ലകളിൽ ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഏതൊക്കെ ജില്ലകളിലാണ് ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ഒക്കെ ആയിട്ടുള്ളതെന്ന് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇവർ ചെക്ക് ചെയ്യുക. ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൊടുത്തേക്കാം. ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലാണ് ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നത് കേട്ടോ. അന്നേരം നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ടുള്ള സ്ഥലം ഏകദേശം എത്താറായിട്ടുണ്ട്. ഇവിടുന്നൊരു ടേൺ എടുത്താണ് കേട്ടോ പോകുന്നത്. ഇവിടെ ഉള്ളവരെല്ലാവരും നമ്മളെ ഭയങ്കര രൂക്ഷമായിട്ടും പരുഷമായിട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു വണ്ടിക്കകത്ത് പോയിരുന്നേരെ അപ്പച്ചൻ ഫോണിൽ കളിച്ചോണ്ട് വന്ന് ഫോൺ അടിച്ചില്ല, ഞാനും ഫോൺ അടിച്ചില്ല, ഞങ്ങൾ കയറി വന്നതാണ് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മുടെ റൈഡ് സെറ്റ് ചെയ്ത് പോകാം. ഇവിടുന്ന് ഏകദേശം ഉള്ളിലോട്ട് വരുന്ന വഴി എന്ന് പറയുന്നത് ഭയങ്കര ശോകമാണ് കേട്ടോ. ഭയങ്കര ശോകം വഴിയാണ്, ഭയങ്കര കട്ടറും കാര്യങ്ങളൊക്കെ കേട്ടോ. എന്തായാലും ഒരുപാട് റോഡും കാര്യങ്ങളൊക്കെ കാണിച്ച് വീഡിയോ വലിച്ചു കിട്ടുന്നില്ല. എന്തായാലും ഏകദേശം ഡെസ്റ്റിനേഷൻ്റെ അടുത്തായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് റോഡ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ റോഡിൻ്റെ ടേണിങ് കാണിച്ചു തന്നെ. എന്തായാലും ഇപ്പം കാലിൻ സാർ നമ്മളെയും വിളിച്ച് പോകേണ്ട സമയം കഴിഞ്ഞു. എന്തായാലും നമുക്ക് നമ്മുടെ റൈഡ് അങ്ങോട്ട് തന്നെ പൊക്കോണ്ടിരിക്കാം കേട്ടോ. ഇവിടെ ഉള്ളവരൊക്കെ നമ്മൾ ഈ ക്യാമറകളൊക്കെ വരുമ്പോൾ ഭയങ്കര രൂക്ഷമായിട്ടാണ് കേട്ടോ നമ്മളെ നോക്കുന്നത്, എന്താണെന്നറിയില്ല. എന്തായാലും ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് കാണാം. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. ഭയങ്കര ബ്ലോക്കല്ല, ഇവിടെ ഭയങ്കര ഒരുമാതിരി റോഡൊന്നുമില്ല കേട്ടോ. ഈ പൊളിഞ്ഞ് കിടക്കുന്ന റോഡൊക്കെ ഉള്ളൂ. ഇവിടെ ഭയങ്കര ഒരു ഗ്രാമീണ ടച്ചൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ് കേട്ടോ. ഭയങ്കര ഗ്രാമീണത വരുന്ന ഒരു സ്ഥലമാണിത്. എന്തായാലും റൈഡ് സെറ്റ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് പോവാം. എന്നിട്ട് നിങ്ങൾക്ക് സ്ഥലം എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഏതാണ്ട് ഡെസ്റ്റിനേഷൻ്റെ അടുത്തെത്താറായിട്ടോ. എക്സ്പൾസ് ഒക്കെ ഉള്ളവർക്ക് ഇവിടെ വന്ന് പൊളിച്ചെടുക്കാം. കാരണം ഗവൺമെൻറ് തന്നെ ഇവിടെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളിപ്പം വന്ന വഴി തന്നെ ഏകദേശം മൊത്തവും ഓഫ് റോഡാണ്. ഇവിടെ റോഡെന്ന് പറഞ്ഞ സാധനമേ ഇല്ല, ഫുള്ള് മണ്ണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടുന്ന് റൈറ്റാണ് നമ്മൾ പോകേണ്ട മരുതിമല എന്ന് പറഞ്ഞ ഇക്കോ ടൂറിസത്തിൻ്റെ ആ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലമുള്ളത് കേട്ടോ. ഇവിടെ ഫുള്ള് ഓഫ് റോഡാണ്. ഇനി ഇവിടുന്ന് റോഡ് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ പോലും ഓഫ് റോഡ് തന്നെയാണ്. ഇവിടെ കുറേ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 2 സൈഡിലും ഏകദേശം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഹാപ്പി ആയിട്ട് പോയിട്ട് വരാം. എന്താണ് സംഭവിക്കുന്നതെന്നും അറിയില്ല, നമ്മളെ കയറ്റി വിടുമെന്നും അറിയില്ല. എന്തായാലും ഇവിടെ ഫ്രീ സർവീസും ഫ്രീ പാസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടുന്ന് ആർക്കും ഒരു ചാർജും ആരും ഈടാക്കുന്നൊന്നുമില്ല. ഗവൺമെൻറ് ഇവിടെ ഫ്രീ ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഇക്കോ ടൂറിസ്റ്റ് ആളുകളെ ഇതുവരെയും കയറ്റിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പ്രകൃതിയുടെ ഒരു നേച്ചറിന് അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നിങ്ങൾ ഈ റോഡ് തന്നെ നോക്കുക, അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. ഓഫ് റോഡല്ല, പക്ഷേ ഓഫ് റോഡെന്ന പേര് പറയാവുന്ന രീതിക്കുള്ള ഒരു ചെറിയ റോഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മൊത്തം കല്ലും മണ്ണൊക്കെയാണ്. ഒരുപാട് ആളുകളുണ്ടെന്ന് തോന്നുന്നു, ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താണ് സംഭവിക്കുന്നറിയില്ല. ഇവിടെ ഒരുപാട് വണ്ടി ഇരിപ്പുണ്ട്. കൊച്ചൊരു റോഡ്, ഫുള്ള് കല്ലാണ് കേട്ടോ. ഫുള്ള് കല്ലാണ്. ഇവിടെ എക്സ്പ്രസും കൊണ്ടൊക്കെ വന്നാൽ തകർത്തിട്ട് പോവാം. നമ്മുടെ വണ്ടി ഈ ഓഫ് റോഡിന് അത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര പാടാണ് കേട്ടോ. ഇവിടെ ഒരു
പാറമടയൊക്കെ ഉണ്ട് കേട്ടോ. പാറമടയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കറക്റ്റ് എൻ്റെ വഴി ശ്രദ്ധിച്ചു കേട്ടോ. എന്തായാലും നമുക്ക് ആ പാറമടയുടെ അങ്ങോട്ടും കൂടെ ഒന്ന് പോയിട്ട് നോക്കാം. ഫുൾ ഓഫ് റോഡാണ് ഞാൻ പറഞ്ഞില്ലേ. ഫുള്ള് കല്ലിൻ്റെ പുറത്തോടൊക്കെയാണ് വണ്ടികൾ കയറിപ്പോൾ തന്നെ. കല്ലിൻ്റെ പുറത്തോടാണ് വണ്ടികൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. പൈസ എന്തായാലും നമ്മൾ ആ പാറമടയുടെ അങ്ങോട്ട് പോകാൻ പോകണം കേട്ടോ. ഭയങ്കര കല്ലാണ്. നമുക്ക് എന്തായാലും ഇന്നിച്ച് നിന്നൊക്കെ ഓടിച്ചുകൊണ്ട് പോകാം. അടിയൊക്കെ തട്ടുന്നു, നമ്മുടെ എക്സോസ്റ്റൊക്കെ വന്ന് തട്ടുന്നുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യ. തിരിച്ചു പോകുമ്പോൾ ഈ വണ്ടി ജീവനോടുണ്ടോ എന്ന് തന്നെ അറിയാൻ വയ്യ. നമുക്ക് എന്തായാലും പോവാം. കിടിലം പാറമടയാണ് ഗൈസ്, കിടിലം പാറമട. ഇവിടെ അത്യാവശ്യം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള പാറമടയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് നിങ്ങൾ തന്നെ നോക്ക്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. നിങ്ങൾക്ക് ഇവിടെ എത്ര സമയം നമ്മൾ ഇരിക്കാൻ കേട്ടോ. ഇവിടെ ആരും നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എത്ര വേണമെങ്കിലും നിങ്ങളുടെ പ്രൈവസിക്ക് അനുസരിച്ചിരിക്കുക. അടിപൊളി പാറമടയാണ് ഗൈസ്. ഒരു 3D വ്യൂവിലാണ് ഈ പാറമട അറിയപ്പെടുന്നത് തന്നെ. ഒരു 3D പാറ എന്നൊരു കൺസെപ്റ്റിൽ തന്നെയാണ് ഈ പാറ ഇവിടെ ഏകദേശം അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലാണ് ഞാൻ പറഞ്ഞ മരുന്നുമല ഇക്കോ ടൂറിസം ഉള്ളത്. എന്തായാലും നമുക്ക് മരുന്നുമലയിലോട്ടും കൂടെ പോവാം. സൂപ്പറാണ് ഗൈസ്. അന്നേരം നമ്മൾ നടന്ന് നമ്മൾ അപ്പുറത്ത് ചേണ്ടില്ലേ ആ 3D പാറ, അതിൻ്റെയൊക്കെ വേറൊരു പാറയുടെ അടുത്തായിട്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നു ഗൈസ്, ആ പാറയും കിട്ടി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഈ പാറ തന്നെയാണ് കേട്ടോ. നിങ്ങൾ തന്നെ നോക്ക്, ഇത് 3D സെറ്റപ്പ് അല്ലേ ആ പാറ നിൽക്കുന്നതാണെന്ന് തന്നെ. ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഗൈസ്. എല്ലാവരും മിസ് ചെയ്യാതെ ഇവിടെ വരണം. നഷ്ടമല്ല ഗൈസ് ഒരിക്കലും. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രീ ടിക്കറ്റാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. ആരുമില്ല നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനും ചോദിക്കാൻ പോലും ആരും ഇവിടെ ഇല്ല. നിങ്ങളുടെ പ്രൈവസിയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്തായാലും നിങ്ങൾ വരിക. ഈ പാറയുടെ ഒരു ഷോട്ട് മസ്റ്റായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഗൈസ് ഈ പാറ എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ നോക്ക്. എന്തായാലും ഈ പാറ റിവ്യൂ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. അന്നേരം ഞാൻ കൂടുതൽ പറഞ്ഞ് ഈ പാറയെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കുന്നില്ല. അന്നേരം നമുക്ക് മരുതിമലയുടെ മുകളിൽ കയറിയിട്ട് ആ പാറപ്പുറത്തുനിന്ന് താഴേക്ക് നോക്കി അതിൻ്റെ വ്യൂവും കൂടെ നമുക്ക് എന്തായാലും ഈ വീഡിയോയിൽ ഉറപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എന്തായാലും മരുതിമലയുടെ മുകളിലോട്ട് കയറാം. ഈ വീഡിയോയുടെ അകത്ത് ഈ പാറയുടെ ക്ലിപ്പ് എന്തായാലും ആഡ് ചെയ്തേക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും വരണം. നമ്മളങ്ങനെ മരുതിമലയിലോട്ട് കയറാനുള്ള ആദ്യ പടിയുടെയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ. ഈ ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് അറിയില്ല, മൊത്തം പുല്ലാണ്. പുല്ല് വന്ന് മറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഒരു കാടാണ് ഫുള്ള്. കാടിൻ്റെ ഫീൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ഫുള്ള് പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് മറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇതേപോലൊരു സ്റ്റെപ്പ് നമ്മൾ വേറെ വീഡിയോയിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. കുടുക്കത്ത് പാറ എന്ന് പറഞ്ഞൊരു ഇക്കോ സ്പോട്ടിലും ചെന്നപ്പോഴും നമ്മൾ സെയിം ഇതേപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ പിൻ ചെയ്ത് തരാം കേട്ടോ. എന്തായാലും ഈ സ്റ്റെപ്പ് ഫുള്ളും നടന്ന് മുകളിൽ കയറിയിട്ട് ഇതിന് വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ നിന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയതായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഫുള്ള് പുല്ലും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും മുകളിൽ ചെന്നിട്ട് എന്തായാലും ഇതിൻ്റെ ഫുള്ള് വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അത് നമുക്ക് നേരെ മുകളിലേക്ക് നടന്നു തരാം. അപ്പോൾ നമ്മൾ നടന്ന് വേണ്ട ഏകദേശം മരുതിമലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലും മഞ്ഞ വ്യൂ ആണ്. പക്ഷേ ഒരു പ്രശ്നമേ ഉള്ളൂ, രാവിലെയൊക്കെ വരുന്നവർക്ക് അടിപൊളി സീനറി കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ സ്പോട്ടിലൊക്കെ ഫുള്ളും മഞ്ഞും കാര്യങ്ങളൊക്കെ റൗണ്ട് ചെയ്ത് നിൽക്കുന്നൊരു സ്ഥലമാണ്. ഇപ്പം അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ആ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ ഏകദേശം മോർണിംഗ് വാക്കിനുള്ള എല്ലാം കിട്ടും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ടഫാണ് ആ സ്റ്റെപ്പ് കയറി വരുന്നത്. അത്യാവശ്യം നല്ല ടഫും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സ്റ്റെപ്പ് കയറി വരുന്നത്. പിന്നെ ഇവിടെ ഭയങ്കര കാറ്റാണ്, കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം നിങ്ങൾ ഇതേപോലുള്ളൊരു സീനറി നമ്മുടെ ഒരു
കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിട്ടൊരു കഴിഞ്ഞ വീഡിയോയിൽ 20 രൂപയുടെ പാസിൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾ ഈ സ്ഥലം ഇതേപോലൊരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ മലമേപ്പാറയായിട്ട് ഏകദേശം സാമ്യമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ മരുതിമല എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡേഞ്ചർ സ്ഥലമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ എന്തായാലും സേഫായിട്ട് ഇരിക്കാൻ നോക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ മലമുകളിൽ നിന്ന് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടില്ല കേട്ടോ. ഇവിടെ ഇന്ന് അത്യാവശ്യം വേണ്ട ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ആളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഇക്കോ ടൂറിസത്തിൻ്റെ അണ്ടറിൽ വരുന്ന സ്ഥലമായിട്ട് തന്നെ എപ്പോഴും അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ടിക്കറ്റ് ഇല്ലെങ്കിൽ പോലും. എന്തായാലും ഇത് മരുതിമലയുടെ ഒരു ചെറിയ വ്യൂ പോയിൻ്റാണ് കേട്ടോ. എന്തായാലും കുറച്ച് നേരം നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങളെയും കൂടുതൽ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രാവൽ വ്ലോഗിൽ കാണിക്കാം കേട്ടോ. ഇവിടെ ഒരു വയർ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ സമാധാനമാണ് ഗൈസ്. ഇവിടെ നല്ല സമാധാനമാണ്. ഇവിടെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ പോലും ആരുമില്ല. നമുക്ക് ചെറിയൊരു പാട്ടൊക്കെ ഇട്ട് ഇവിടെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ നല്ലൊക്കെ ഇരുന്ന് നൈസായിട്ട് ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എത്ര ടൈം ആണെങ്കിലും ഇവിടെ കേട്ടോ, ആരുമില്ല നിങ്ങൾ ഇവിടെ പറഞ്ഞു വിടാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ടൈം ആണെങ്കിലും ഇവിടെ ഇരിക്കാം. എന്തായാലും ഞാൻ കുറച്ച് നേരമൊക്കെ ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് മാത്രമേ പോകുന്നുള്ളൂ. അന്നേരം നിങ്ങളും എൻ്റെ കൂടെ വാ, നമുക്കിവിടെ മൊത്തം എങ്ങനെയായാലും ഒന്ന് കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടാ. നമ്മളങ്ങനെ ആ പാറപ്പുറത്ത് കയറുന്നത് ഇവിടെ ചെറിയൊരു കാവും കാര്യങ്ങളൊക്കെ കേട്ടോ. ഒരുപാട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം അവരവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാവിനൊരു ഐതിഹ്യമൊക്കെ ഉണ്ട് കേട്ടോ. ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ഹനുമാൻ മരുത്തോമലയും കൊണ്ട് പോകുന്ന സമയത്ത് അതിൽ നിന്ന് അടർന്നു വീണൊരു കല്ലാണ് ഈ മരുതിമല എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. എന്തായാലും ഇവിടെ ഒരു കാവുണ്ട് കേട്ടോ. ഇവിടെ കാവിനകത്തൊക്കെ വരുന്നവർ ചെരുപ്പൊന്നും ഇട്ടാതെ എന്തായാലും കാവിലേക്ക് കയറാതിരിക്കാൻ ശ്രമിക്കട്ടെ. ചെരുപ്പൊന്നും ഇട്ടാലും ഒരാളുടെ വിശ്വാസത്തെ നശിപ്പിക്കരുത്. അന്നേരം നമ്മൾ വിശ്വാസങ്ങളോടെല്ലാം റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ. അന്നേരം ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ഇവിടെ ഉണ്ട്. ആ വ്യൂ പോയിൻ്റ് കൂടെ കാണിച്ചിട്ട് എന്തായാലും നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു ട്രാവൽ വ്ലോഗായിട്ട് പിന്നെ കാണാം കേട്ടോ. എന്തായാലും നമുക്ക് ആ വ്യൂ പോയിൻ്റിലോട്ട് ഇങ്ങനെ നടന്നു പോവാം. ഇവിടെ മുകളിൽ വരുന്നവർക്ക് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ കടയൊക്കെ ഓപ്പൺ ചെയ്യണമെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത്. എന്തായാലും ഇവിടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്ന് അടിച്ച് വിളിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. കാരണം ഇരിക്കാനായിട്ട് ഇതേപോലെ ചില ഹഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഹഡുകളിലൊക്കെ ഓരോ ലവേഴ്സിൻ്റെയും കപ്പിൾസിൻ്റെയും ഒക്കെ പേരും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. എന്തായാലും ആരും തപ്പിയെടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊന്നും ചതയാൻ പോകണ്ട, അതൊക്കെ അവരുടേതായൊരു പ്രൈസാണ് കേട്ടോ. ഇതേപോലെ മനോഹരമായിട്ടൊരു ഹഡുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ മൊത്തം പേരും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അന്നേരം നമുക്കിതിൻ്റെ ഒരു ഹൈലൈറ്റ് വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻറ്റിലോട്ടും കൂടെ നമുക്കിങ്ങനെ മെല്ലെ നടന്നു പോകാം കേട്ടോ. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫീലാണ്. രാവിലെയും വൈകുന്നേരം 4 മണിക്ക് ശേഷം കൂടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സൺസെറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ നിന്ന് വ്യൂ പോയിൻ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അടിപൊളി സ്ഥലമാണ്. കാരണം ടിക്കറ്റ് ഇല്ലാണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ മരുതിമല എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്. കപ്പിൾസിൻ്റെ ശല്യമില്ല. നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നോ ഫ്രണ്ട്സായിട്ട് വന്നോ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ എങ്ങനെയായാലും വൈബ് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. എന്തായാലും നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. വീഡിയോ ഞാൻ എന്തായാലും വലിച്ചു നീട്ടി വൃത്തിയിടാക്കുന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടും നമ്മുടെ ഒരുപാട് ആൾക്കാരൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോകാം കേട്ടോ. ഗൈസ് നമ്മൾ നടന്ന ഒരു വലിയൊരു പാറയുടെ എത്തുന്നുണ്ട് കേട്ടോ. വലിയ പാറയെന്ന് പറഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ കുറേ ദൂരം ഇങ്ങനെ നടന്നു കേട്ടോ. ഇവിടെ ഹരിതകർമ്മ സേനയുടെ ചേച്ചിമാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. നമ്മളെ തന്നെ നോക്കിയിരിക്കുകയാണ് ഗൈസ്, എന്താണെന്നറിയില്ല. വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ വന്ന പ്രധാന വ്യൂ പോയിൻ്റ് ഇതുവരെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല കേട്ടോ. അവിടെ മൊത്തം ചേച്ചിമാരാണ്. എന്തായാലും അങ്ങോട്ട് പോവാം. അവിടെ വലിയൊരു പാറയുണ്ട് ഗൈസ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പാറയാണ് ഗൈസ്. അതിൻ്റെ താഴെ ഒരു മാമൻ ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങോട്ട് കാണിച്ചിട്ട് പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല കമ്പനിയാണ് കേട്ടോ. ഇവിടെ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹരിതകർമ്മ സേന എന്നാണ് അവരുടെ പേരെന്നാണ് അവരെന്നോട് പറഞ്ഞത്. അവർ ഇവിടെ ഫുള്ള്
വൃത്തി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. കുപ്പിയും കാര്യങ്ങളൊക്കെ പെറുക്കി ഇതിനെ ഒരു നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അവർ കീപ്പ് ചെയ്തുകൊണ്ട് പോകണം കേട്ടോ. എന്തായാലും നമുക്ക് പിന്നെയും മുന്നോട്ട് പോകാം. എന്താ സംഭവിക്കുന്നത് അറിയില്ല കേട്ടോ. ഒരു ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അവർ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നിങ്ങളെന്ത് ഇപ്പം ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. എന്തായാലും അവിടുത്തെ വ്യൂ പോയിൻറ്റിൻ്റെ വേറൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇത്. ഇതുവരെ ഇത്രയും നേരം എൻ്റെ ഇവിടെ പിടിച്ചു നിർത്തിയിരുന്നതാണ് കേസ്. ഇതിൽ നമുക്ക് നോക്കാം. ഭയങ്കര അലപ്പാണ് കേസ്. മേളിൽ കിടന്നിട്ട് ഭയങ്കര അലപ്പാണ്, ഭയങ്കര അലപ്പ്. എന്തായാലും ഇവിടെ ഫുള്ള് എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. കാരണം ഇവർ ഈ ക്യാമറ കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെയാണ് കേട്ടോ. അവർ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ വീഡിയോ ഇവിടുന്ന് കവർ ചെയ്ത് പോവാം. കണ്ടോ ഇവർ ഫുള്ള് ഹരിതകർമ്മ സേനയുടെ ചേച്ചിമാരൊക്കെയാണ് കേട്ടോ. നമ്മളിവിടെ ട്രാവൽ വ്ളോഗ് ചെയ്യാൻ വന്ന് നമ്മളിപ്പോൾ ഹരിതകർമ്മക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അവരല്ലാതെ വിടില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഈ വ്യൂ പോയിന്റിൽ എത്തിയിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെയും പറഞ്ഞുതരാം. അവരവിടെ നിന്ന് പോകും നോക്കട്ടെ. അവർ പോയിട്ട് പറയാം കേട്ടോ. അന്നേരം നമ്മൾ ഇതിൻ്റെ പ്രധാന വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പ്രധാന വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഈ വെഡ്ഡിങ്ങിൻ്റെയൊക്കെ ആയിട്ട്. എന്തായാലും അടിപൊളി വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ ഇടത്തെ സൈഡിലോട്ട് ക്യാമറ കാണിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ പോയിന്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെ ഭയങ്കര കാറ്റാണ് കേസ്. മിക്കവാറും ഈ കോണിപ്പടി ഞാൻ തിരിച്ച് താഴെ പോകാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞ വ്യൂ ഇതാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. സൂപ്പർ സ്ഥലമാണ് കേസ്. നിങ്ങൾ തന്നെ നോക്കുക. അവിടെ ഒരു സ്കൂളും കാര്യങ്ങളൊക്കെ ഭയങ്കര ചെറുതായിട്ട് കാണാൻ പറ്റും ഗോപ്രയിൽ വേണ്ട. നിങ്ങൾ ഈ ഗോപ്രയിൽ കാണുന്നതല്ല കേട്ടോ. ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഭീകര വ്യൂ ആണ്. ചെറിയ സ്ഥലമാണെങ്കിൽ എന്താണെങ്കിലും ഇത്രയൊക്കെ ഉള്ളൂ ഈ മുട്ടമല വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. പിന്നെ ഇവിടെ പോലീസുകാരുണ്ട്, അവരും നല്ല ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ വെയിറ്റ് ചെയ്തിരുന്ന് നിങ്ങൾ ഇഷ്ടം പോലെ സമയം ഇവിടെ സമാധാനപരമായിട്ട് ചെയ്യാൻ കേട്ടോ. ഭയങ്കര കാറ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ ചെറിയ അതിൻ്റെ നോയ്സും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും ഇവിടെ വന്ന് ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക. അന്നേരം നമ്മുടെ ഇന്നത്തെ ട്രാവൽ വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോകണം കേട്ടോ. നമ്മൾ വേറൊരു ട്രാവൽ വ്ളോഗും വേറൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമായിട്ട് ഇനി അടുത്ത ട്രാവൽ വ്ളോഗിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ദ റെവ്ലിംഗ്. ബൈ.